വിഷ്ണു അല്ലേ? അതെ, കാര്യം എന്താ? എനിക്ക് വിഷ്ണുവിനെ കൊണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് എന്തോന്ന് ആവശ്യം? നമ്മളൊരു കൊച്ചിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് തുണിയില്ലാത്ത രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ആ പറ്റുന്ന കണക്ക് ഗ്രൂപ്പുകളിൽ അത്രയൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആള് മാറി പോയി കാണും. വിഷ്ണുവിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കറിയാം. ഇതിനി എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല, അത് ഞാൻ തരാം. ചേട്ടാ, നമ്മൾ ഫോട്ടോയ്ക്കും വീഡിയോ കൂടെ 700 രൂപയാണ് ചാർജ് ചെയ്യണത്. ചേട്ടാ, ആ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചാ ഞാൻ സെറ്റാക്കി തരാം. വിഷ്ണുവിന് ചിലപ്പോൾ അറിയാവുന്നൊരു പെണ്ണായിരിക്കും ഇത്. അതിലൊന്നും വലിയ കാര്യമില്ല ചേട്ടാ. നമുക്കൊരു നേരത്തെ സുഖവും ഇത്തിരി പൈസയും കിട്ടിയാൽ അത്ര തന്നെ. അതത്രേ ഉള്ളടാ. നമുക്ക് സുഖവും പൈസ ഉണ്ടോ, പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ദാണ്ട ഇതാണ് ഫോട്ടോ. ഇതെന്റെ അനിയത്തിയുടെ ഫോട്ടോ അല്ലേ? അതെന്താ സ്വന്തം അനിയത്തിയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ വിഷമം വന്നാ? മറ്റുള്ളവരെ അമ്മമാരെയും പെങ്ങളമാരെയും ഭാര്യരെയും ഫോട്ടോ ചെയ്യുന്ന സുഖം ഈ ഫോട്ടോയുമ്പോൾ കിട്ടൂലല്ലേ? ചേട്ടാ, ഇത് ആയിടത്തും പറയല്ലേ ചേട്ടാ. ആരെങ്കിലും പറഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ മാനം പോകും ചേട്ടാ. പെങ്ങൾ നിന്റെ ആയാലും എൻ്റെ ആയാലും അവർക്ക് മാനം ഒരുപോലെ അല്ലേ? പക്ഷെ അത് നിന്നെപ്പോലുള്ള തന്തയില്ലാത്ത മോമാടെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ 2 ദിവസം മുമ്പ് എഡിറ്റ് ചെയ്ത് ഗ്രൂപ്പിലിട്ട ഫോട്ടോ എൻ്റെ അനിയത്തിയിലായിരുന്നു. നിന്നെ അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ നിന്നെ ഞാൻ അടിക്കാത്തെന്നറിയാമോ? നിന്നെ അടിച്ചെൻ്റെ കൈ നാറും. സ്വയം ചിന്തിച്ചു നോക്കൂ, നീ ചെയ്ത കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന്.